ഹായ് ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം ഇത്ര നാൾ ഞാൻ ചെയ്ത ഡേ ഇൻ മൈ ലൈഫിനകത്ത് എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലാണ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്താണ്ട് ഒരു 9 മണി കഴിഞ്ഞിട്ട് എത്ര സമയമായി. ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേന് ഞാൻ കുറച്ച് നേരം കൂടുതൽ കിടന്നു. ഷിഫ്റ്റ് ഉള്ളപ്പോൾ രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേക്കണം. അപ്പം വൈകിട്ട് കിടക്കുമ്പോൾ എന്നാണെങ്കിലും ലേറ്റ് ആയിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഒരു 5-5.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങുന്നത്. അതുകൊണ്ട് ഷിഫ്റ്റില്ലാത്തപ്പോൾ കുറച്ച് നേരം ഞാൻ ഏറെ കിടന്നുറങ്ങും. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ഞാൻ ഒറ്റയ്ക്കല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ എടുത്താലോ, ആരുമില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ്. ഉറക്കത്തിൽ നിന്നിട്ടുണ്ട് എൻ്റെ മുടിയും എല്ലാം, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്, എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പോയി എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട്, ഓക്കെ. അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവുകയാണ് ഗായ്സ്. അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു, അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു, ഞാനെന്താ കഴിക്കാൻ എടുത്തു. ഇത് ശവമോള് എത്തക്കപ്പണി ചുരുട്ടി വെച്ചതാ. അപ്പോൾ അതും ഞാൻ എടുത്തു. അവള് കോളേജിൽ പോയി, സ്കൂളിൽ പോയെന്നും കോളേജിൽ പോയെന്നൊക്കെ നമ്മൾ ജോലിക്ക് പോയി. പിന്നെ എൻ്റെ ഇളയനത്ത് ഇവിടെ ഇല്ലല്ലോ, അവള് മംഗലാപുരത്ത് പഠിക്കാൻ, നഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മച്ചി ഇവിടെ കിടന്ന് ഉറക്കമായിരിക്കും. ഫുഡ് കഴിക്കും, ഉറങ്ങും, ഫുഡ് കഴിക്കും, ഉറങ്ങും, തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, നേരത്തെ പറഞ്ഞ പോലെ. അമ്മയും പപ്പയൊക്കെ ഇവിടെ ഇല്ല, അമ്മ കടയിലാണ്, പപ്പ ആശുപത്രി വരെ പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ള ഡേ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫുഡ് കഴിക്കാൻ പോവുക. പിന്നെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സാധനം നല്ല ഉപ്പുമാവാണ് കഴിക്കുന്നത്. അതിൻ്റെ ടീം കൂടെ കാണാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇത് കാണട്ടെ, ഫുഡ് കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ഒരു പറ്റിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ താമസിച്ചു. പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കുന്ന സമയത്തൊന്ന് TV വെച്ച് പോയതാണ്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പോൾ സിനിമ കൊട്ടാരം വീട്ടിലെ പുട്ടൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കണ്ടിട്ട് കുറേ നാളായിരുന്നു. അതുകൊണ്ട് അത് കണ്ട് അത് തീരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നിരുന്നു. ഇപ്പം തീർന്നു. എളുപ്പ സമയം ഏതാണ്ട് ഓ മൈ ഗോഡ് 12:30. അപ്പോൾ അത്രയും സമയം പോയി കിട്ടി. ഏതാണ് പറയുക, നമ്മൾ എന്തായാലും ചെയ്യുമ്പോഴത്തേനും TV നമ്മുടെ മുന്നിൽ നമ്മൾ വെച്ച് വയ്ക്കാൻ നമ്മുടെ സമയം നമ്മൾ അറിയത്തേ ഇല്ല. അപ്പോൾ എനിക്കിനി ചെയ്യാൻ കുറച്ച് ടാസ്കുകളുണ്ട്. ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കൊടുക്കും. ആ ടാസ്ക് ഇന്ന് ഞാൻ എത്ര നേരം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. വലിയ ടാസ്ക് അല്ല, കുറച്ച് ക്ലീനിങ് ഉണ്ട്, ജോലിയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അമ്മച്ചിയെ ഒന്ന് കുളിപ്പിക്കണം, അമ്മച്ചിയുടെ നഖമൊക്കെ ഒന്ന് വെട്ടണം, ഒന്ന് സുന്ദരി കുട്ടിയാക്കണം. പിന്നെ കട വരെ ഒന്ന് പോകണം, അമ്മയെ ഹെൽപ്പ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് വേണം. പിന്നെ ഇത്ര കാര്യങ്ങളുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ എപ്പോൾ ചെയ്ത് തീരും എന്നുള്ളത് അറിയില്ല. ക്ലീനിങ്ങിന് തന്നെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറ് എടുത്ത് അമ്മച്ചിയൊക്കെ വിളിച്ച് കഴിപ്പിച്ച്, പിന്നെ അമ്മച്ചിയെ കുളിപ്പിച്ച്, എന്തായാലും നമുക്ക് നോക്കല്ലേ. 12:30 ഇപ്പോൾ സമയം. നമ്മൾ എത്ര സമയം കൊണ്ട് ഇത് ചെയ്ത് തീർക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ കുറച്ച് ടാസ്ക് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചുകൂടെ
ചെയ്ത് തീർക്കാനുണ്ട്. സമയം 2-1:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചോറുണ്ടാകുമെന്ന് വിചാരിച്ച് മുട്ട പൊരിക്കാൻ വന്നു. മുട്ടയില്ല. അപ്പോൾ എൻ്റെ വേറൊരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ പരിപ്പ് വട. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കോമ്പിനേഷൻ ഇഷ്ടമാണോ? അത് ചിലർക്ക് കേൾക്കുമ്പോൾ വീടായിട്ട് തോന്നും. പക്ഷേ എനിക്കും എൻ്റെ അനിയത്തിക്കും പപ്പായ്ക്കും ഇഷ്ടമാണ്. അമ്മയ്ക്കും പക്ഷേ പരിപ്പ് വട അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ശിവരാമ റെസ്റ്റോറൻറ്റ്, ഭയങ്കര വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, സാധാരണ ഒരു പഴയ വർഷങ്ങൾ വഴക്കമുള്ള ഒരു ചെറിയ ഹോട്ടലാണ്. ഹോട്ടലിന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം പക്ഷേ പരിപ്പുവട അവിടുത്തെ നല്ലതാണ്. നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്ത കറികളൊക്കെയാണ് ഞാൻ മേടിക്കുന്ന ഒരു സാധനമാണ് പരിപ്പുവട. ഇവിടെ വേറെ ഉള്ളത് വെണ്ടയ്ക്ക തോരനും മെഴുക്കൊക്കെയാണ്, അതെനിക്ക് എത്രയും ഇഷ്ടമല്ല. പിന്നെയുള്ള അച്ചിങ്ങ മെഴുക്കൊട്ടിയാണ്, അത് കുഴപ്പം. അപ്പോൾ ഞാനത് മുട്ട പൊരിക്കാൻ വിചാരിച്ചപ്പോഴാണ് ഇതില്ല. അപ്പോൾ പരിപ്പുവട മേടിച്ചിട്ട് വരാം. കമോൺ. ഇതാണ് നമ്മുടെ വഴി. ഞാൻ പറഞ്ഞാൽ ഇതാ ഇവിടെയായിട്ട് കിടന്ന ആ ഒരു ചെറിയ ഒട്ട് താഴെയായിട്ടായിരിക്കും. നമുക്ക് വരെ പോയി നോക്കാം പരിപ്പുവടയുണ്ടോ. യെസ്, പരിപ്പുവടയുണ്ട്, ഏത്തക്കാപ്പം ഉണ്ട്. ചോറിന് പപ്പടം, അച്ചിങ്ങ, ബീട്രൂട്ടില്ല, പിന്നെ വെണ്ടയ്ക്ക എനിക്ക് ഇഷ്ടമില്ല, എന്നാലും എടുത്തു. പരിപ്പുവട, യെസ്. ഞാൻ ചോറിനിട്ട് വരട്ടെ. ബൈ ബൈ. അല്ല, അത് ചോറിനിട്ട് വരാം. See you. എല്ലാവരും കരിവേപ്പിലൊക്കെ ചേർത്ത് നല്ല അപ്പോൾ ഞാൻ എൻ്റെ ടാസ്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് തുണി വാഷിംഗ് മെഷീനകത്ത് കിടപ്പുണ്ട്, അതൊന്ന് എടുത്ത് മേളിലിടണം. വീടോട്ടയിൽ അതൊന്നുകൊണ്ട് വിരിച്ചിടണം. പിന്നെ എനിക്ക് അടിച്ച് വാരി ഒന്ന് തുടയ്ക്കണം. ഞാൻ അടിച്ച് വരാനാണ് കഴിയുമ്പോൾ അമ്മച്ചിയായിട്ട് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ അമ്മച്ചി നിലത്തെല്ലാം പൊടിച്ചിടും. അതുകൊണ്ടാണ് അത് കഴിയുമ്പോഴത്തേന് അടിച്ച് ഇടാമെന്ന് വിചാരിച്ചത്. മേശപ്പുറത്തേക്ക് ക്ലിയർ ചെയ്ത് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് അടിച്ച് വരണം, തുടയ്ക്കണം പറ്റിയാൽ. പിന്നെ പറഞ്ഞ പോലെ അമ്മച്ചിയുടെ റൂമൊന്ന് തൂത്തുവാരി തുടച്ചിട്ട് അമ്മച്ചിയെ ഒന്ന് കുളിപ്പിക്കണം, അമ്മച്ചിയുടെ നഖമൊക്കെ വെട്ടണം. അപ്പം അത്രയും ടാസ്കുകൾ. അപ്പോൾ ഞാൻ അപ്പാടിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒത്തിരി ടാസ്കുകളും ചെയ്തില്ല സത്യം പറഞ്ഞാൽ. ഇനിയാണ് ടാസ്കുകൾ കിടക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ തുണിയുണ്ട് വിരിച്ചിട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് കാറിൻ്റെ ഡോറ് തുറന്നിടാമെന്നാണ്. ഉപയോഗിക്കാതെ ഇങ്ങനെ അടച്ച് മൂടിക്കിടക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര ചൂടും ഫംഗസ് ഒക്കെ കയറാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് കാറിൻ്റെ കവർ ഇന്നലെ ഞാൻ വണ്ടി കഴുകിയിട്ട് കവറൊക്കെ ഇട്ട് വെച്ചാണ്. ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തന്നെയും കാക്കയും കിളികളും പൂച്ച അതൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ കിടക്കുന്നതുകൊണ്ട് ഷീറ്റിട്ട് വെച്ചാൽ അപ്പം കുറച്ച് ചൂട് കൂടുതലായി ഷീറ്റിൻ്റെ ഇത് കാണണം. അപ്പോൾ തുറന്നിട്ട് വെച്ച് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തുറന്നപ്പോൾ നല്ല ചൂടായിരുന്നു. ഞാൻ വീണ്ടും വെളി വരെ വന്നു. ലീല പാല് കൊണ്ടുതരാമെന്ന്. യെസ്. ടാസ്കുകൾ കൂടുന്നതല്ലാതെ ഒന്നും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം അടുത്ത ടാസ്ക്കാണ് പാല് കാച്ചി ചെയ്യുക എന്നുള്ളത്, കാപ്പി കുടിക്കുക. ഇപ്പോഴും പണികൾ മിച്ചം കിടക്കുന്നതേ ഉള്ളൂ.
ചായ ഒന്ന് കൊടുത്തിട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പ്ലാനുകളൊന്നും നടന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ കാപ്പിയൊക്കെ അനത്തി എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനും ഇച്ചായിക്ക് ഡോക്ടറുടെ അടുത്ത് പോകാണ്ട് വരാമെന്ന് ചോദിച്ചെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഫുഡ് കഴിക്കേണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡേ അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വ്ളോഗ് കാണിക്കുന്നില്ല, ഭയങ്കര സൗണ്ടാണ് ഇടയില്ല. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ പല വെറൈറ്റി വ്ളോഗുകൾ വരുന്നതായിരിക്കും. ഞാൻ ഒറ്റയ്ക്കുള്ളതിൻ്റെയൊക്കെ തന്നെ വേറെ വേറെ പല പല രീതിയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.